പുകപരിശോധനയിൽ പുകയുകയാണ് നല്ല പങ്ക് വാഹന ഉടമകൾ. കുഴപ്പം വണ്ടിയുടേതാണോ അതല്ല പരിശോധനയ്ക്ക് കണിശത കൂടിയതാണോ? പൊല്യൂഷൻ ചെക്ക് പൂർണ്ണമായും പരിവാഹൻ സംവിധാനത്തിലേക്ക് മാറിയ ശേഷം 4/1 വാഹനങ്ങൾക്കും സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സ്ഥിതി. മലിനീകരണ തോത് കുറയ്ക്കുന്നതിൽ ഉടമകൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ? കേരള സർക്കാർ പ്രഖ്യാപിച്ച പ്രീ GST ആംനസ്റ്റി പദ്ധതി ഡിസംബർ 31 അവസാനിക്കും. GST നിലവിൽ വരുന്നതിന് മുമ്പത്തെ നികുതി നിയമങ്ങളിലെ കുടിശ്ശിക ഇളവുകളോടെ തീർപ്പാക്കാനുള്ള സമയമാണ് കഴിയുന്നത്. നികുതി കുടിശ്ശികയുടെ നിശ്ചിത ശതമാനം അടച്ചാൽ പലിശയും പിഴയും ഒഴിവാക്കും. 2025 തുടങ്ങുന്ന വേളയിൽ 2025 കൊണ്ടൊരു കളിയിലാണ് ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ. അത്രയും തുകയടച്ച് വാർഷിക റീചാർജിംഗ് നടത്തിയാൽ അൺലിമിറ്റഡ് 5G ഡാറ്റ. ഡിസംബർ 11 നിലവിൽ വന്ന ഓഫർ ജനുവരി 11 വരെ ആക്ടിവേറ്റ് ചെയ്യാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വൈകാതെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചേക്കും. ചെങ്ങമനാട് 30 ഏക്കറിൽ 450 കോടി രൂപ ചെലവിൽ 40,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയമാണ് വരിക. നിർമ്മാണം തുടങ്ങിയാൽ 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ചെറുകിട വ്യവസായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്പോയ്ക്ക് കൊച്ചി കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ തുടക്കം. ഉദ്ഘാടനം 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചെറുകിട വ്യവസായികൾക്ക് സ്വന്തം ഉൽപ്പന്ന സേവനങ്ങൾ പ്രദർശിപ്പിക്കാനും വ്യവസായ രംഗത്തെ പുത്തൻ പ്രവണതകൾ മനസ്സിലാക്കാനും അവസരം.